അള്ളാഹുവിൻ്റെ പ്രവാചകൻ മജ്‌ലിസുൽ ഇൽമിനെ കുറിച്ച് പഠിപ്പിച്ചത് റൗളത്തും മിൻ റിയാദുൽ ജന്ന, സ്വർഗപ്പൂന്തോപ്പ് എന്നാണ്. 2 സ്വർഗപ്പൂന്തോപ്പാണ് ഉള്ളത്. ഒന്ന് മാ ബൈന ബൈതി വ മിമ്പരി, എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നമ്മൾ റൗള എന്ന് നമ്മൾ പേര് വിളിക്കുന്നു. രണ്ടാമത്തെ ഇൽമിൻ്റെ സദസ്സുകളാണ്. അവിടെ മലായിക്കകളുടെ പ്രാർത്ഥനകളുണ്ട്, ഇസ്തിഗ്ഫാറുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖബൂലിയത്തുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിന്ന് അല്പസമയം സംസാരിക്കുന്നത് നിങ്ങൾക്കും എനിക്കൊക്കെ കേട്ടും നമ്മൾ ചർച്ച ചെയ്തും പരിചയമുള്ള, എന്നാൽ കൂടുതൽ എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ടതുമായ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ്? അള്ളാഹിനെ ഇബാദത്ത് എടുക്കാനാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് മക്കളും വീടും സംവിധാനങ്ങളും ജോലിയും അതേപോലെ തന്നെ ഈ ദുനിയാവിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ റബ്ബ് നൽകിയിട്ടുണ്ടോ അതൊക്കെ ഇബാദത്ത് എടുത്ത് ജീവിക്കുന്ന ആ ഇടവേളകളിൽ അതിന് സഹായകരമാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യന്മാർ പലപ്പോഴും എന്തിനാണോ സൃഷ്ടിച്ചത് അത് മാറ്റിവെച്ച് സൈഡുകളായ മറ്റുള്ള ദുനിയാവിൻ്റെ ഷുഗലുകൾ, അത് മെയിനായി ഇബാദത്ത് സൈഡായി. ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെയും മനുഷ്യന്മാരെയൊക്കെ സൃഷ്ടിച്ചത് ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ നമ്മൾ കേവലം ഒരു കാനേഷുമാരി മാപ്പിളായി ജീവിച്ച് മരിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാം മുസ്ലിം മാപ്പിള OBC ആയിട്ട് കാര്യമില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണമൊക്കെ പടച്ച റബ്ബ് സംവിധാനിച്ചത് ആരാണ് ഏറ്റവും നല്ല അമല് ചെയ്ത് പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓരോ വക്തിനും ഹറമിൽ ഒരുപാട് മയ്യത്തുകൾ, കുട്ടികളും വലിയവരും. നമ്മളെ നാട്ടിലൊന്നും കിട്ടാത്ത വേറൊരു അനുഭവമാണത്. ഒരിക്കലും ഞാനും നിങ്ങളും ഒരു ഇമാമിൻ്റെ മുമ്പിൽ എല്ലാം കഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടും മക്കളോടും ജീവിതത്തോടും സമ്പത്തിനോടും വീടിനോടും തൻ്റെ കൂട്ടുബന്ധങ്ങളോടൊക്കെ എന്നേക്കുമായി വിട പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകും. പക്ഷെ അവിടെ എന്തുണ്ടാവുള്ളൂ? നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള നമ്മുടെ ഇബാദത്തുകളെ ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട്, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹ് പറയുന്നു, യബ്ന ആദം തഫറഗ് ലി ഇബാദതി അംല സദ്റക ഗിന. വല്ലാത്ത ഹദീസാണ്. ആദമിൻ്റെ മകനെ, നീ എന്നെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്കണം. നിൻ്റെ കൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗിന ഇട്ട് തരും, ഐശ്വര്യം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, സമാധാനം. എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും വീട്ടിലത്തെ ടെൻഷനുകൾ, അല്ലെങ്കിൽ മറ്റു മാതാപിതാക്കൾക്ക് രോഗം, അല്ലെങ്കിൽ ഭാര്യ മക്കൾ, എന്തുണ്ടെങ്കിലും അള്ളാഹിനെ ശരിക്ക് ആത്മാർത്ഥമായി ഇബാദത്തെടുത്ത് നിൽക്കുന്ന, ജീവിക്കുന്ന, തൻ്റെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന, അതിനെ തകർത്തുകൊണ്ടുള്ള ഒരു ജോലിയും അതിന് പരിക്ക് പറ്റിക്കൊണ്ടുള്ള ഒരു കാര്യവും ഒരു ഷോലും ഇല്ല. ഇബാദത്ത് മുഖ്യമാണ്. എവിടേക്ക് പോവുകയാണെങ്കിൽ അവിടെ ജമാഅത്ത് നിസ്കാരം കിട്ടുമോ? അവിടെ ഒരു പള്ളി ഉണ്ടോ? എൻ്റെ ളുഹ്ർ നഷ്ടപ്പെടുമോ? കേവലം ഒരു കുത്തിമറിച്ചിലാവുമോ? അങ്ങനെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ തൻ്റെ ജീവിതം എങ്ങനെയാണെങ്കിലും അത് ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിൻ്റെ മനസ്സിൽ അല്ലാഹു ഗിന ഇട്ട് തരും. അല്ലാഹു ഗിന ഇട്ട് തരാഞ്ഞാൽ ആർക്കും ഇട്ട് തരാൻ പറ്റില്ല. എത്ര പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. സമാധാനം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, അല്ലാഹു പറയുന്നു, യബ്ന ആദം, ആദമിൻ്റെ മകനെ, തഫറഗ് ലി ഇബാദതി അംല സദ്റക ഗിന, ഞാൻ നിൻ്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ട് തരും. വ അസുദ്ദു ഫഖറക,
നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുത്തു നിർത്തും. ആരാ പറയണത്? ഇസ്ലാം. ആരായി പറയണത്? അണ്ടകടാഹങ്ങളുടെ സ്രഷ്ടാവായ മലിക്കുൽ ജബ്ബാറായ നാഥനാണ് പറയണത്, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുത്തു നിർത്തും. അപ്പോൾ 5 വക്ത് നിസ്കാരത്തിനോ അല്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാനോ ഒന്നും നേരമില്ല. കച്ചവടത്തിലും ബിസിനസ്സിലും പെടാപാടുപെട്ട് ഓടി മറിഞ്ഞ് എന്തെങ്കിലും കുറച്ചുകൂടി ലാഭമുണ്ടാക്കാനുള്ള പരിശ്രമത്തിലും, അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമസ്കാരം നഷ്ടപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ ജമാഅത്ത് നഷ്ടപ്പെടുന്നുണ്ട്, സുന്നത്ത് നമസ്കാരത്തിന് നേരമില്ല, ദിക്റിന് നേരമില്ല, അദ്കാർ സ്വബാഹുൽ മസാവിന് നേരമില്ല, ഇവിടെ ഉണ്ടായിട്ട് ഒന്ന് ഉംറ ചെയ്യാൻ പോകാൻ നേരമില്ല, ഒന്ന് തവാഫ് ചെയ്യാൻ പോകാൻ നേരമില്ല. കാരണം എന്തേ? ദുനിയാവിൻ്റെ തിരക്കിലാണ്. എന്തിനാണ്? അരച്ചാണ് വയറിന്. അള്ള പറയാണ് ആ വയറ് നിറയൂല. ആരാ പറയണ സഹോദരന്മാർ? റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം, ഞാനും നിങ്ങളും അല്ല. അപ്പോൾ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഗാന്ധിത്തല കുറേ ഉണ്ടായിട്ട് കാര്യമില്ല. ഗാന്ധിത്തലയിൽ എന്തുണ്ടാകണം? ബർക്കത്ത് നിശ്ചയിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. കുറേ നോട്ടുണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ നിന്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഐശ്വര്യം ഇട്ട് തരികയും അതേപോലെ തന്നെ നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുത്തു നിർത്തുകയും ചെയ്യും. വഇല്ലാ തഫ്അൽ മലഅതു യദക ശുഗ്ല വലം അസുദ് ഫഖറക. നീ അതല്ലെങ്കിൽ നിനക്ക് ഞാൻ ശുഗലിട്ട് തരും. ജീവിതത്തിലെ ദുനിയാവിന് വേണ്ടി അവൻ പെടാപ്പാടുപെടും, ഓടി മണ്ടി കിതച്ച്. മനുഷ്യൻ പായാണ്. സ്വന്തം മക്കളെ അല്ലെങ്കിൽ ഭാര്യയെ എടുത്തിരിക്കാനോ മക്കളെ എടുത്തിരിക്കാനോ അവന് ഒരു സ്വസ്ഥമായി ഒന്നിരിക്കാനോ ഒന്നും അവന് സമയമില്ല. ദുനിയാവിൻ്റെ തിരക്കിലാണ്, ബിസിനസ്സിലാണ്. അവനെങ്ങനെ ഓടിപ്പായാണ്. സമാധാനത്തിൽ കിടന്നുറങ്ങാൻ നേരമില്ല. എന്നാലും പായേരം തീരണില്ല. എത്ര കിട്ടിയിട്ടും സമാധാനമില്ല. എന്നിട്ടും കടക്കാരനാണ്. വീട്ടിൽ നിന്ന് ആവലാതിയും വേവലായും തീരുന്നില്ല, പരാതി തീരുന്നില്ല. ഇവനെന്നും കഷ്ടപ്പെടുന്നുണ്ട്. 24 മണിക്കൂറിൽ ഏകദേശം ഒരു സമാധാനത്തോടുകൂടി 5 മണിക്കൂർ കിടന്നുറങ്ങാൻ പോലും സമയമില്ല. ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, പല ഭാഗത്തുനിന്നും വരാനുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ബർക്കത്ത് കിട്ടണില്ല. ഇതാര് തരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല തരണം. അതെന്തുകൊണ്ടാ? ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അജണ്ട തീരുമാനിച്ചിട്ടുണ്ട്. മനുഷ്യൻ നിന്നെ സൃഷ്ടിച്ചത് ഇബാദത്തെടുക്കാനാണ്. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ എടുത്തുകൊണ്ടുള്ള ജീവിതത്തിൽ നീ ജീവിക്കുന്നതിനിടയിൽ നിനക്ക് സമാധാനം കിട്ടാനും അത് നിനക്ക് ആ ജീവിതത്തെ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. നിന്റെ ഭാര്യയാണ്, നിന്റെ ഭർത്താവാണ്, അതേപോലെ തന്നെ നിന്റെ വീടാണ്, നിന്റെ മറ്റുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് മെയിനായി, ഇത് സൈഡായി, അല്ലെങ്കിൽ ഇത് സൈഡിൽ അപ്പുറവുമായി, ഒരു മൂലക്കലായിപ്പോയി. അള്ള പറയണ പോലെ മസുദ് ഫഖറക, നീ എത്ര പെടാപാട് പെട്ടാലും നിന്റെ ഫഖറിനെ, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കൂല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹ്ക്ക് നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ട ഇബാദത്തുകൾ. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതേപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, എന്താണ് ഇബാദത്ത്? എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു യർളാ മിനൽ അഖ്വാലി വൽ അഫ്ആലി ളാഹിറതൻ വൽ ബാത്തിന. ഏതൊരു സംസാരം, അതേപോലെ തന്നെ ഏതൊരു പ്രവർത്തനം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, അത് ഉള്ളിലുള്ളതാകട്ടെ പുറത്തുള്ളതാകട്ടെ, കൽബ് കൊണ്ടുള്ള ചിന്തയാകട്ടെ, അയാളൊന്ന് സഹായിക്കണം. വീട്ടിൽ നിന്ന് തൻ്റെ സഹോദരൻ ഒരു പ്രയാസം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഭാര്യ പറഞ്ഞപ്പോൾ, ഉപ്പ പറഞ്ഞപ്പോൾ മനസ്സിൽ വിചാരിച്ചു അയാളൊന്ന് സഹായിക്കണം, കുടുംബക്കാരനാണ് അല്ലെങ്കിൽ അയൽവാസിയാണ്, മനസ്സിൽ വിചാരിച്ചു, അത് ഇബാദത്താണ്. പക്ഷെ സാധിച്ചില്ല, കൊടുക്കാൻ സാധിച്ചില്ല, എന്നാലും കൂലിയുണ്ട്. ഇങ്ങനെ എല്ലാം കൂലിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ടുള്ള നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും ഒക്കെ ഇബാദത്ത്. അതിനു വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് പരലോകത്ത് ഉണ്ടാവുള്ളൂ എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മളൊക്കെ കേട്ട ഹദീസ്, നമ്മളേറെ ചിന്തിക്കേണ്ട ഹദീസ്, നമ്മളിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു ഹദീസ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി വജഅല ലഹു ശംലഹു വഅതത്ഹു ദുനിയ വഹിയ റാഗിമ. ഒരാളുടെ മെയിൻ ഉദ്ദേശം, അൾട്ടിമേറ്റ് എയിം പരലോകമാണ് എങ്കിൽ,
നമ്മളിവിടെ ദുനിയാവിൽ ജീവിക്കുന്നു, ദുനിയാവിൽ നമ്മളെ ബിസിനസ്സുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കച്ചവടം, നമ്മുടെ മക്കൾ, അതേപോലെ തന്നെ ദുനിയാവിൻ്റെ ഷുഗലൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണ്. നമ്മളെല്ലാവരും അതുമായി കെട്ടിപ്പണഞ്ഞ് ജീവിക്കുന്ന ആളുകളുമാണ്. പക്ഷേ അൾട്ടിമേറ്റ് എയിം എന്താ? അത് പരലോകമാണ്. ദുനിയാവിൽ ബിസിനസ്സും കാര്യങ്ങളുണ്ട്, പക്ഷേ എൻ്റെ നമസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബിസിനസ്സില്ല. ഹറാമ് സമ്പാദിച്ചുകൊണ്ട് പിന്നെ കച്ചവടമില്ല. കാരണം എന്ത്? എൻ്റെ മെയിൻ എന്താണ്? എൻ്റെ മെയിൻ പരലോകമാണ്. ആളുകളെ പറ്റിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റൂല. കാരണം എന്താ? എൻ്റെ പരലോകം നഷ്ടപ്പെടും. അങ്ങനെ ജീവിതത്തിൻ്റെ ഏത് ഭാഗവും ഭാര്യ പറയുന്നത് കേട്ടുകൊണ്ട് തൻ്റെ ഒരു സുന്നത്ത് ഒഴിവാക്കുകയാണെങ്കിൽ, ഉദാഹരണമായി താടി വെക്കുന്നു, ഭാര്യ പറഞ്ഞു എന്താ നിങ്ങളെ കോലം, അതൊന്ന് വടിച്ചു കളഞ്ഞൂടെ എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ, സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ വടിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം വാങ്ങുകയാണ്. ആർക്ക് വേണ്ടി? മനുഷ്യന്മാരുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കോപം വാങ്ങുന്നു. കാരണം താടി വടിക്കുക എന്നുള്ളത് ഹറാമാണ്. താടി വെച്ചാൽ 24 മണിക്കൂറും കൂലിയാണ്. 24 മണിക്കൂറും കൂലിയാണ്. ഈ നിയ്യത്തിൽ താടി വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണം പറഞ്ഞതാ, തൻ്റെ കയ്യിലുള്ള പിന്നെ സ്വർണത്തിൻ്റെ സക്കാത്ത് ഒരു 20 പവൻ ഒരു സഹോദരിയോട് ഭർത്താവ് പറയാണ്, ആകെ 20 പവനല്ലേ ഉള്ളൂ, എത്രയോ പവനുള്ള ആൾ സക്കാത്ത് കൊടുക്കണില്ല, ഇനിയിപ്പോൾ അതിന് സക്കാത്ത് കൊടുത്ത് ഇങ്ങനെ മുറിച്ച് കളയാനും നിൽക്കണ്ട, അതവിടെ ഒന്നോട്ടെ എന്ന് പറഞ്ഞാൽ, തൻ്റെ ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആ ഭാര്യ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതൃപ്തി കരസ്ഥമാക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? അവിടെ ലക്ഷ്യം പരലോകമല്ല, ലക്ഷ്യം ദുനിയാവാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ദുനിയാവിൽ ജീവിക്കുന്നു, തനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അതേപോലെ തന്നെ മാതാപിതാക്കളുണ്ട്, കാരണവന്മാരുണ്ട്, ബിസിനസ്സുണ്ട്, തൻ്റെ പിന്നെ വീടുണ്ട്, കുടിയുണ്ട്, എല്ലാമുണ്ട്. കുല്ലിൻകാന ആബാവുക്കും അബ്നാവുക്കും, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മക്കൾ, അതേപോലെ തന്നെ മാതാപിതാക്കൾ എല്ലാം എടുത്തു പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളുടെ കച്ചവടം, തിജാറത്തുൻ പിന്നെ തഖ്ശൗന കസാദഹ വമസാകിന തർലൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ. നിങ്ങളുടെ മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, കുടുംബക്കാരാകട്ടെ, അതേ ഇഖ്വാനുകളാകട്ടെ, നിങ്ങളുടെ കച്ചവടമാകട്ടെ, നിങ്ങളുടെ വീടാകട്ടെ, അള്ളാഹുവിനേക്കാൾ പ്രാമുഖ്യം അതാണെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ കാത്തുകൊള്ളുക. അപ്പോൾ ഞാൻ പറയുന്നത്, എന്താണെങ്കിലും നമ്മുടെ കച്ചവടം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബിസിനസ്, കാരണം മക്കളെ പോറ്റണം, അതേപോലെ തന്നെ നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ, ഇതൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ പരലോകം കളയുന്ന ഒരു പിന്നെ കീഴ്വണക്കം അവരോടുണ്ടെങ്കിൽ, അതിനോടുണ്ടെങ്കിൽ, തൻ്റെ സമ്പത്ത് അണാപ്പായി തീർത്ത് തൻ്റെ ബിസിനസ് കച്ചവടം നോക്കി, തൻ്റെ കയ്യിലുള്ള കാശ് നോക്കി, അതേപോലെ തന്നെ ഷോപ്പിലുള്ള ഉൽപ്പന്നങ്ങൾ നോക്കി, അത് കണക്കെടുത്ത് വർഷം അത് കണക്കെടുത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവന് വലുതെന്താണ്? അവൻ്റെ കച്ചവടമാണ്, അല്ലെങ്കിൽ അവൻ്റെ സമ്പത്താണ്. അള്ളാഹു അല്ല വലുത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി. മെയിൻ ഉദ്ദേശം, ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നുണ്ട്, ഓൻ എല്ലാ ചുറ്റുപാടുകളും ഒക്കെ ഉണ്ട്, പക്ഷെ അവൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? പരലോകമാണ്. പരലോകം കളഞ്ഞുകൊണ്ടുള്ള ഒരു പണിക്കോ നിൽക്കൂല. അത് ഭാര്യ പറഞ്ഞും കേൾക്കൂല, ഭർത്താവ് പറഞ്ഞും കേൾക്കൂല, നാട്ടുകാർ പറഞ്ഞും കേൾക്കൂല. തൻ്റെ പണം പറയാണ്, അള്ളാഹ്ക്കെതിരെ പറയുന്നു, തൻ്റെ പണം പറയുന്നു, തൻ്റെ കൂട്ടുബന്ധങ്ങൾ പറയുന്നു, അതേപോലെ തന്നെ തൻ്റെ ബിസിനസ് പറയുന്നു. അഥവാ കച്ചവടത്തിൻ്റെ തിരക്കിൽ നിസ്കാരത്തിൻ്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോവാണ്, അല്ല നമസ്കാരം നഷ്ടപ്പെട്ടു പോവാണ്. അങ്ങനെയുള്ള അവസ്ഥയല്ല. മെയിൻ എന്താണ്? തനിക്ക് പരലോകം തന്നെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽബിൽ ഗിനട്ട് കൊടുക്കും, ഐശ്വര്യം ഇട്ട് കൊടുക്കും. എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും സമാധാനമാണ്. അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് എനിക്ക് നല്ലേ തന്നിട്ടുള്ളൂ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വജഅല ലഹു ശംലഹു. അവൻ്റെ ഷംലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ്റെ കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും. വജഅല ലഹു ശംലഹു വഅതതഹു ദുനിയ വഹിയ റാഗിമ. അഥവാ വലിയ ബുദ്ധിമുട്ടില്ലാതെ, വലിയ പെടാപാടൊന്നും പെടാതെ അവനെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നം കൊടുക്കുന്നതാണ് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മുഹദ്ദിസുകളായ ആളുകൾ പറഞ്ഞത്. അതോ കുറേ പെടാപ്പാട് പെടാതെ, അതേപോലെ തന്നെ മിനൽ ബാബിൽ ഹലാൽ, അഥവാ ഹലാലായ മാർഗത്തിൽ അവൻ അന്നം തേടും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കഷ്ടപ്പാടില്ലാതെ തന്നെ അവന് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ റിസ്കിനെ അവനൊന്ന് കൂട്ടിക്കൊടുക്കുമ്പോൾ എന്താണ്? അവിടെ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും.
കുറെ അവിടെയും ഇവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഓടിപ്പായേണ്ടി വരും. അവനങ്ങനെ പായാണ്. ഒരു ജീവി ഉണ്ടല്ലോ, എല്ലാ സമയത്തും പായണ ജീവി, ഓടുന്ന ജീവി, അതിനെ പോലെ പെടാപ്പാടുപെട്ട് ഓടുകയാണ്, കിതച്ചോടുകയാണ്, നിൽക്കാറില്ല. എന്നാൽ അങ്ങനെ അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എന്താക്കി കൊടുക്കും? എളുപ്പമാക്കി കൊടുക്കും. അവന് പെട്ടെന്ന് തന്നെ ദുനിയാവ് റാഹിമത്തായിക്കൊണ്ട്, റാഹിമത്താർ മുതല്ലലത്തൻ, എളുപ്പത്തിൽ ദുനിയാവ് അവനിൽ കൊണ്ടു. കാരണം എന്താ? അവന് തവക്കുലുണ്ട്, പടച്ചറബിനെ പേടിയുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒമൻ കാനത്തി ദുനിയാ ഹമ്മഹു ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി. ഒരാളുടെ ഉദ്ദേശം മെയിൻ എന്താണെന്ന് വെച്ചാൽ ദുനിയാവാണ്. പരലോകം കുറച്ച് കേടുന്നാലും പൊളിഞ്ഞു പോയാലും പ്രശ്നമില്ല, ദുനിയാവാണ് മെയിൻ. ദുനിയാവാണ് മെയിൻ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കണ്ണിനിടയിൽ അവന് ഫഖറിനെ, ദാരിദ്ര്യത്തെ കാണിച്ചു കൊടുക്കും. ഏത് സമയത്തും തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച്, അഥവാ എത്ര പൈസ ഉണ്ടെങ്കിലും, മക്കളെ കെട്ടിക്കാനായി, അവരെ വിദ്യാഭ്യാസം, അതേപോലെ തന്നെ വീടെടുക്കണം, അതേപോലെ തന്നെ ഓരോ ഒന്നും നിന്ന് കഴിഞ്ഞാൽ വേറിടാൻ കഴിയണില്ല. നമ്മൾ സാധാരണ പറഞ്ഞു വെളിഞ്ഞീമ ഒട്ടിയമാതിരി ഒന്നും നിന്നിട്ട് ഫ്രീ ആണ്. എത്രയോ ആളുകളെ നമ്മൾ കാണുന്നു. നമ്മളൊരു ദീനിൻ്റെ കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു എന്തെങ്കിലും ഒന്നൊരു സംഭാവന ചെയ്യണം, നമ്മുടെ ഒരു മദ്രസയ്ക്ക് വേണ്ടിയിട്ടാണ്, പള്ളിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അയാളുടെ അടുത്ത് പോകാനുള്ള കാരണം അയാൾക്ക് കുറച്ച് ബിസിനസ്സും അതേപോലെ തന്നെ ചുറ്റുപാടുകളും ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അയാൾ ഇങ്ങോട്ട് പായേരും പറയാണ്. പായേരും വെറുതെ പറയുന്നതല്ല, ഉണ്ടായിട്ട് തന്നെ പറയണത്, ഉണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. അയാളെ പായേരം കേട്ട പിരിച്ച പൈസ കുറച്ച് അങ്ങോട്ട് കൊടുക്കണം നമുക്ക് തോന്നിപ്പോവും. വെറുതെ പറയുന്നതല്ല. കാരണം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നിനും ബർക്കത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ കണ്ണിനിടയിൽ അയാൾക്ക് ദാരിദ്ര്യത്തെ കാണിച്ചു കൊടുക്കും. ഏത് സമയത്തും ബേജാറ്, തൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ബേജാറ്, മക്കളുടെ കാര്യത്തിൽ ബേജാറ്, സമാധാനമില്ല. കാരണം എന്തേ? ഓൻ്റെ മെയിൻ ഉദ്ദേശം എന്താ? ഓൻ്റെ മെയിൻ ഉദ്ദേശം ദുനിയാവാണ്. അപ്പോൾ പരലോകത്തിന് പരിക്ക് പറ്റിയാലും ദുനിയാവിന് പരിക്ക് പറ്റാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് കൊണ്ടെടുക്കുകയാണ്. എത്രയോ ആളുകളില്ലേ, ഡ്രസ്സ് വളരെ കൃത്യമായി ബ്രാൻഡഡ്, എന്താ അത് മാത്രമേ ധരിക്കുള്ളൂ. ഓൻ്റെ ഷൂ, ഓൻ്റെ ഡ്രസ്സ്, വാഹനം, അത് മിനിക്ക് കൊണ്ടെടുക്കുന്നു. അതേപോലെ തന്നെ അവൻ ആ ഒരു കോലത്തിലാണ് നടക്കുക. അതേപോലെ തന്നെ കൃത്യമായ ഷെഡ്യൂൾ, രാവിലെ ഇത്ര സമയം കളിക്കണം, അതേപോലെ തന്നെ എണ്ണിട്ട് കുളിക്കണം, അത് ഇത്ര സമയം എണ്ണിട്ട് ഇരിക്കണം, അങ്ങനെ എല്ലാം കൃത്യമായി. മുടി ചെയ്യാൻ ഒരുപാട് സമയം, നിസ്കാരോ മറ്റുള്ള ഇബാദത്തുകളോ നോ പ്രോബ്ലം, ഒന്നൊരു വിഷയം തന്നെയല്ല. എൻ്റെ ദൂർസ്കാൻ ക്ലിയർ ആയിരിക്കണം. എൻ്റെ റുക്കൂ, എൻ്റെ സുജൂദ്, എൻ്റെ അത്തഹിയാത്ത്, ഞാൻ ചൊല്ലി പറയുന്ന കാര്യങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എൻ്റെ റബ്ബ് എന്നോട്, ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിക്കുകയാണ്, മുനാജാത്ത് നടത്തുകയാണ്. പടച്ച റബ്ബേ, അൽഹംദു, സർവ്വലോക രക്ഷിതാവായ എല്ലാ അണ്ടകടാഹങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ നാഥ, നിനക്കാണ് സർവ്വസ്തുതിയും എന്ന് പറയുമ്പോൾ ഹമിദനി അബ്ദി, എൻ്റെ അടിമയിത എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് റബ്ബ് ഇങ്ങോട്ട് മറുപടി പറയുന്നു. അർ-റഹ്മാനിർ റഹീം, മാലിക് യൗമുദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ പറയുമ്പോൾ അസ്നാ അലയ്യ അബ്ദി. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് മറുപടി പറയുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. ഇതാണ് എൻ്റെയും എൻ്റെ അടിമയുടെയും തമ്മിലുള്ള ബന്ധം. ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അല്ലാഹ് ഇങ്ങോട്ട് മറുപടി പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ളൊരു നമസ്കാരം. അഥവാ അവൻ്റെ ഷൂന് കൊടുക്കുന്ന വില പോലും, അവൻ്റെ കാറിൻ്റെ ടയറിന് കൊടുക്കുന്ന അതിൻ്റെ പിന്നെ എത്രയുണ്ട് എയർ, അതിന് ചളിയുണ്ടോ, അതിനെന്തെങ്കിലും ഒരു പരിക്ക് പറ്റിക്കണോ, അതിൻ്റെ വില പോലും ദീനിൻ്റെ കർമ്മങ്ങൾക്ക് കൊടുക്കാത്ത മാപ്പിളമാർ. മെയിൻ ഉദ്ദേശം എന്താ? മെയിൻ ഉദ്ദേശം ദുനിയാവാണ്. ദീനൊരു പ്രശ്നമില്ല, ദീനിനെ സീരിയസ് ആയി കണ്ടിട്ടില്ല. എന്ത് ചെയ്യുന്നു? അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഫറക അലൈഹി ശംലഹു, അവൻ്റെ ഷംലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർക്കാക്കി കൊടുക്കും. ദുനിയാവിൻ്റെ അവന് റിസ്കിനെ ഫർക്കാക്കി കൊടുക്കും. അവിടെ ആയിരിക്കും കുറെ, അവിടെ ഓടുകയാണ്, അവൻ പെടാപ്പാട് പെട്ട് ഓടുകയാണ്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലം യഅതിഹി മിനദ് ദുനിയാ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. ഓൻ എത്ര പെടാപ്പാട് പെട്ട് ഓടിക്കഴിഞ്ഞാലും സ്വന്തമായി ഒരു സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവന് സമയമില്ല. മക്കളെടുത്തിരിക്കാൻ, ഭാര്യമാരെടുത്തിരിക്കാൻ, ഇബാദത്തിന് ഏതായാലും സമയമില്ല, ദീനി ശ്രദ്ധിക്കാൻ ഏതായാലും സമയമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് മാത്രമേ, കതിറാക്കിയത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ. എന്തൊക്കെ ചെയ്താലും അല്ലാഹ് തീരുമാനിച്ച് നടക്കുകയുള്ളൂ. അപ്പോൾ സഹോദരന്മാരെ, ദുനിയാവ് എന്നുള്ളതിൻ്റെ അതിന് പ്രാധാന്യമുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ പരലോകത്തേക്കാൾ വലിയ പ്രാധാന്യം കൊടുത്ത് ഇബാദത്തുകളെ മാറ്റിവെച്ചിട്ടുള്ളൊരു ദുനിയാവാണെങ്കിൽ
അത് അവൻ എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെടുത്തി അധ്വാനിച്ച് അവൻ്റെ സമയം കളയുന്നത് അതവന് കിട്ടുകയില്ല. ദുനിയാവ് ഏതായാലും പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഞാൻ ഒരു ദുനിയാവിൻ്റെ ആളെ കുറിച്ച് ചിന്തിച്ചു. അവൻ ദുനിയാവിനും വേണ്ടി അങ്ങനെ ഓടി നടക്കുകയാണ്, ദുനിയാവിന് വേണ്ടി ദുനിയാവുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. അവന് പരലോകം ഏതായാലും ഇല്ല. അവൻ ഓടി നടന്ന ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതേ കിട്ടുകയുള്ളൂ. അവനും കുറേ പ്രയാസപ്പെടുന്നുണ്ട്, മാനസികമായി ഏതായിരുന്നാലും പ്രയാസത്തിലാണ്. എന്നാൽ ഒരാഖിറത്തിൻ്റെ ആളുകളെ ഞങ്ങൾ കണ്ടു. ആഖിറത്തിൻ്റെ ആളുകളുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് ദുനിയാവിന് കിട്ടി. എത്രയാണോ അവൻ്റെ വയറ് നിറയുന്നത്, വെള്ളമായിട്ടും ഭക്ഷണമായിട്ടും, എത്രയാണോ അവരുടെ മക്കൾ തിന്നുന്നത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. വമാ മിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഒരു ബാക്ടീരിയ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്നം അല്ലാഹു തീരുമാനിക്കാതെ സൃഷ്ടിച്ചിട്ടില്ല. റാസിഖ് അല്ലാഹുവാണ്, ഖാലിഖ് അല്ലാഹുവാണ്, അല്ലാഹു തീരുമാനിച്ചാണ്. പിന്നെ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു പണിയില്ല ബെഡിൽ കിടന്നുറങ്ങണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പണി നമ്മൾ എടുക്കേണ്ടതുണ്ട്. എന്നാലോ ദുനിയാവ് അവൻ ഉദ്ദേശിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ലഭിക്കുകയുള്ളൂ. പരലോകം അവന് ദീനിൻ്റെ ആൾക്ക് അവന് പരലോകം അവന് ലഭിക്കുകയും ചെയ്തു എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അപ്പോൾ സഹോദരന്മാർ, ഞാനിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ എന്നോടും പിന്നെ നിങ്ങളോടും പറഞ്ഞത് ഇബാദത്തിനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ ഇത്ര പറഞ്ഞത്. ഇതല്ലാത്ത ഒരു ലക്ഷ്യമാണ് എങ്കിൽ നഷ്ടമാണ്. ഇത് നമ്മൾ നമ്മുടെ ഭാര്യമാരെ ബോധ്യപ്പെടുത്തണം, നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. മനസ്സിലായില്ലേ? വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. എത്ര മണ്ടിപ്പാഞ്ഞാലും, എത്ര ഓടിയാലും, എത്ര ഉറക്കമിളച്ചാലും, എത്ര നമസ്കാരം കളഞ്ഞ് ദുനിയാവിന് വേണ്ടി ഓടിയാലും ഇക്ര ഇല്ലാൻ നേരമില്ല, ഖുർആൻ ഓതാൻ നേരമില്ല, മക്കളെ പഠിപ്പിക്കാൻ നേരമില്ല. എന്ത് ദുനിയാവിൻ്റെ ഓട്ടത്തിലാണ് സഹോദര. അല്ലാഹു തീരുമാനിച്ചതേ കിട്ടൂ, അല്ലാഹു തീരുമാനിച്ചതേ കിട്ടൂ. വിഡ്ഢികളാണവർ. ഇത് നമ്മളെ നന്നായി ബോധ്യപ്പെടുത്തണം. പിന്നെ നമ്മുടെ ഇണതുണകളെ, അവരാണ് നമ്മുടെ എല്ലാം. പിന്നെ നമ്മുടെ മക്കളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അപ്പം ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി ഇരിക്കട്ടെ സഹോദരന്മാരെ, ഈ ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ? നമസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഉസുൽ അംരി അൽ ഇസ്ലാം വഉമൂദുഹു അസ്സലാഹ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് ഇസ്ലാമാണ്. ഇസ്ലാമാകുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാക്കി. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദോടുകൂടി മരണപ്പെടാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആദർശമുള്ളവരായി, ഖുറാഫികളായിട്ടില്ല. അതേപോലെ തന്നെ മറ്റു ഒരുപാട് പിഴച്ച കക്ഷികൾ, ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ, ആദർശം പഠിക്കാത്ത ആളുകൾ, പല 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 വിഭാഗങ്ങൾ. അതിനൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പെടുത്തിയില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഏത് സമയത്ത് മാറിപ്പോകുന്ന അറിയില്ല. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതാണ്. നമുക്കതൊരു വിഷയം എന്നല്ല, ഞാൻ ആരെയും കുറിച്ച്, ഞാൻ എൻ്റെ കാര്യം പറയാം, നമുക്കൊരു വിഷയം തന്നെയല്ല അത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി. പടച്ചോനെ, എന്നെയും എൻ്റെ മക്കളെയും മുഖീമുസ്സലാക്കണം, നിസ്കാരം നിലനിർത്തുന്നവരാക്കണം. ആര്? ഇബ്രാഹിം നബി. ഈ കഅബ ഉണ്ടാക്കിയ ഇബ്രാഹിം നബി. എന്താണ് ആ പ്രാർത്ഥന? ഈ ഇബ്രാഹിം നബി ഖലീലുള്ള പ്രാർത്ഥിക്കാണ്, പടച്ചോനെ എന്നെ എൻ്റെ കുട്ടികളെയും നിസ്കാരം നിലനിർത്തുന്ന ആളാക്കണേ. കാരണം അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, അതില്ലെങ്കിൽ ഒന്നുമില്ല. ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കാഫിറാവുന്ന നിസ്കാരം മാത്രം. ഒരാൾ ഹജ്ജ് ചെയ്തില്ല, ഹജ്ജിൻ്റെ ഉജൂബിയത്തിനെ നിഷേധിച്ചാൽ അവൻ കാഫിറായി. പക്ഷെ ഒരാൾ ഉജൂബിയത്തെ നിഷേധിച്ചില്ല, ഹജ്ജ് ചെയ്തില്ല, അവൻ കാഫിറാവില്ല. പക്ഷെ നിസ്കാരം അങ്ങനെയല്ല, നമുക്കെല്ലാവർക്കും അറിയാം. നിസ്കാരം അല്ലെങ്കിൽ കാഫിറാണ്. ഒരേ ഒരു ഇബാദത്തേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും മുഖ്യം ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ ഏറ്റവും മുഖ്യം അതിൻ്റെ നെടും തൂണ് സ്വലാത്താണ് എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. ഹജ്ജിനേക്കാളും നോമ്പിനേക്കാളും സക്കാത്തിനേക്കാളും എല്ലാത്തിനേക്കാളും. ഈ നിസ്കാരത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? അതാണ് ഇപ്പം ഇന്നത്തെ ചർച്ച. അതൊരു കാര്യം പഠിപ്പിക്കുകയല്ല, ഞാൻ എന്നോടും നിങ്ങളോടും ഒരു 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 വിചിന്തനം നടത്താൻ വേണ്ടി നമ്മളെ നമസ്കാരത്തിൻ്റെ കാര്യം എങ്ങനെയൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സംസാരം നടത്തുന്നത് മാത്രം.
റസൂലുള്ള പറഞ്ഞ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമായി ഔലമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ നമസ്കാരമാണ്. ഖിയാമത്ത് നാളിൽ ഒന്നാമതായി വിചാരണക്കെടുക്കുന്നത് അവൻ്റെ അഖീദ കഴിഞ്ഞാൽ അമലുകളുടെ കൂട്ടത്തിൽ നിസ്കാരമാണ്. നമസ്കാരം ക്ലിയറാണോ? നമസ്കാരം ക്ലിയറാണോ എന്നവൻ കഴിച്ചിലായി, രക്ഷപ്പെട്ടു. എന്നിട്ട് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കോട് وإن لم يكن أتمها قال الله لملائكته انظروا هل تجدون لعبدي من تطوع فتكملون بها فريضته. അവൻ്റെ നമസ്കാരം ക്ലിയർ അല്ല എന്നാൽ അവൻ്റെ സുന്നത്ത് നമസ്കാരങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഫർള് നമസ്കാരങ്ങളുടെ പരിക്കുകൾ തീർക്കാൻ പറ്റിയ രീതിയിലുള്ള സുന്നത്തുകൾ ഉണ്ടെങ്കിൽ അവനും രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, നമ്മൾ എന്താണ് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അള്ളാഹു വിചാരണയ്ക്ക് എടുക്കാമെന്ന് വിചാരിക്കുക. ഹാസിബു കബുലിൻ തുഹാസബു എന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞല്ലോ. നിങ്ങൾ ആദ്യം അള്ളാഹു വിചാരണയ്ക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ തന്നെ വിചാരണയ്ക്ക് എടുക്കുമെന്ന് പറഞ്ഞല്ലോ. നമ്മളെ നിസ്കാരത്തിൻ്റെ കാര്യം കൊണ്ട് നമ്മൾ കഴിച്ചിലാവോ? നിസ്കാരം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. നീളമുള്ള താടി വെച്ചുകൊണ്ട് കാര്യമില്ല, അതേപോലെ തന്നെ നീളം കുപ്പായിട്ടുകൊണ്ട് കാര്യമില്ല, അവന് ബാക്കിയുള്ള 5 വക്ത് പള്ളിയിൽ വന്നിട്ടും കാര്യമില്ല, 5 വക്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല. നമസ്കാരം ഉണ്ടോ എന്നുള്ളതാണ്. ബാഹ്യമായ കോലങ്ങളും അതേപോലെ തന്നെ രൂപങ്ങളും എല്ലാം ഉണ്ട്, അത് നമസ്കാരമല്ലല്ലോ. അവൻ്റെ ഇഖ്ലാസും അതേപോലെ തന്നെ ഖുശൂഉം അതിൻ്റെ ശുറൂത്തുകളും അതിൻ്റെ രൂപവും അതിൻ്റെ കൂടെ തന്നെ ബാഹ്യമായ രൂപവും ഒക്കെ ഉള്ളതാണ് നമസ്കാരം. അപ്പം നമ്മുടെ നമസ്കാരത്തിന്, നമ്മുടെ മക്കളുടെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ ഭർത്താവിൻ്റെ നമസ്കാരത്തിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്? അള്ളാൻ്റെ കോടതിയിൽ അതിന് നമ്മൾ രക്ഷപ്പെട്ടു പോവോ? അതില്ലെങ്കിൽ എല്ലാമില്ല, അതില്ലെങ്കിൽ ഒന്നുമില്ല, അതുണ്ടെങ്കിൽ എല്ലാമുണ്ട്. കാരണം എന്ത്? അതുണ്ടെങ്കിൽ പിന്നെ ഒക്കെ ഉണ്ടാവും. അതങ്ങനെയാണ്. നമസ്കാരം ക്ലിയർ ആണെങ്കിൽ കാണാൻ പാടില്ലാത്ത കാണൂല, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കൂല. ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ. അപ്പോൾ എല്ലാ മോശത്തരത്തിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് ളുഹറിന് ശേഷം ചെയ്ത തെറ്റുകൾ അസറോടുകൂടി പൊറുക്കുന്നു, അസറിന് ശേഷം ചെയ്ത തെറ്റുകൾ മഗ്രിബോടുകൂടി തുറക്കും. ഇങ്ങനെ പുറത്ത് ഫിൽട്ടർ ചെയ്ത് വരുന്ന സാധനമാണ് നിസ്കാരം. അപ്പോൾ നമസ്കാരം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പിന്നെ തോന്നിയ ദിവസം കാണൂല, തോന്നിയ ദിവസം കേൾക്കൂല, മോശപ്പെട്ടതിലേക്ക് പോകൂല. ഞാനത് ചെയ്യാൻ പാടില്ല. ഓൻ്റെ മനസ്സിങ്ങനെ പിന്നോട്ട് വലിക്കും. ഒരു റൂഹിയായിട്ടുള്ള ഒരു പിടുത്തുണ്ടാവും. മറ്റേ എന്താ, ഏതും ചെയ്യാൻ ഒറ്റക്കാവുമ്പോഴും അതേപോലെ തന്നെ പിന്നെ തോന്നിവാസികളുടെ കൂടെ എല്ലാം ചെയ്യാൻ അവനെ സഹായിക്കുന്നത് എന്താ? ഈ നമസ്കാരമില്ലായ്മയാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരമുണ്ടെങ്കിൽ എല്ലാമായി, ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നർത്ഥം. അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ നമസ്കാരത്തിൻ്റെ കാര്യം എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ അസർ നമസ്കരിച്ചു, എങ്ങനെയാണ് നമ്മൾ അസർ നമസ്കാരം? തക്ബീറത്തിൽ ഇഹ്റാം മുതൽ തസ്ലീം വരെ പടച്ചറബിനോടുള്ളൊരു സംസാരമാണല്ലോ. അതിൽ ഞാൻ ചൊല്ലിയതും പറഞ്ഞതും അതേപോലത്തെ അതിൻ്റെ പ്രാർത്ഥനകളും. ഇപ്പോഴും നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയാത്ത ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നിങ്ങളിലുണ്ട് എന്നല്ല പറയുന്നത്, നമ്മളെ കൂട്ടത്തിലുണ്ടെന്നാണ് പറയുന്നത്. നമസ്കാരത്തിലെ പ്രാർത്ഥന എന്താണ്? റുക്കോയിൽ ചെല്ലുന്നത് എന്താ? സുജൂദിൽ ചെല്ലുന്നത്? അത്തഹിയാത്തിൻ്റെ അർത്ഥം എന്താണ്? അതേപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു കൃത്യമായ വെടുപ്പും വൃത്തിയുള്ളൊരു നമസ്കാരം, അതിന് തൗഫീക്ക് കിട്ടാത്ത ആളുകൾ സഹോദരന്മാരെ ദുനിയാവിലെ സ്വർഗമാണെന്ന് വണ്ടിയന്മാർ പറഞ്ഞു. ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം അതാണ്. അരിഹ്നായ ബിലാൽ എന്ന് റസൂലുള്ള പറഞ്ഞില്ലേ, ബിലാലെ ഇക്കാമത്ത് കൊടുക്ക്. എന്താണ് വർത്താനം? ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന സംഗതിയാണ്. ബിലാലെ ഈ ഇക്കാമത്ത് കൊടുക്ക്, ഞങ്ങൾക്കൊന്ന് റാഹത്ത് കൊണ്ടാ. കാരണം നിസ്കാരത്തെ കണ്ട് കയ്യെട്ടിട്ട് പോലും കണ്ട് ആസ്വദിക്കണമല്ലേ. അതുവരെയുള്ള ടെൻഷനും പ്രയാസങ്ങളും പട്ടിണിയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ആ നമസ്കാരത്തിലേക്കാണ് പ്രവേശിച്ചിട്ട് ആസ്വദിക്കണവർ. അതുകൊണ്ട് ബിലാലെ ഞങ്ങൾക്ക് ആസ്വാദനം കൊണ്ടാ, എന്താ ഇക്കാമത്ത് കൊടുക്കാത്തത്? നമുക്കോ നിസ്കാരത്തിൻ്റെ സമയമായാൽ ഉള്ള ആസ്വാദനം പോവുകയാണ്. നമുക്ക് മീൻസ് പൊതുവെ ഉമ്മത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കിട്ടണം. പടച്ചോനെ പേടിണ്ട് നമുക്ക്, എന്നാലും അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് കിട്ടണം. സമയമായി, ഇനിയിപ്പോൾ സുബീക്ക് പോകണം, അല്ലെങ്കിൽ ഈശാൻ്റെ സമയമായി, എന്താ ഇയാൾ ഇത്ര ഓതുന്നത് നമുക്ക് തോന്നുകയാണ്. എന്തുകൊണ്ടതാണ്? ശരിയായ രീതിയിൽ നമുക്ക് ആ ഒരു നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പരലോകവും പടച്ച റബ്ബിനോടുള്ള ആ ഹുബ്ബും അതേപോലെ തന്നെ പരലോകത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ആ ഒരു ചിന്തയും നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതേപോലെ തന്നെ നിഫാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെന്താണ്?
അത് ഒരു 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 എല്ലാ ആളുകളുടെ മനസ്സിൽ, നിഫാക്കുള്ളവരുടെ മനസ്സിൽ എന്താണ്, കുറച്ച് നിഫാക്കുള്ളവരുണ്ടാകും, കുറച്ചുകൂടി ഉള്ള ഒരു ഗ്രാഫ് കൂടിയതും കുറഞ്ഞവരൊക്കെ ഉണ്ടാവും. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, എന്ത്, ഒരു രോഗിയായ മനുഷ്യന് നല്ല മധുര പലഹാരങ്ങൾ, നല്ല ഫ്രൂട്ട്സുകൾ എന്തായിരിക്കും, കയ്പായിരിക്കും. കാരണം എന്തേ, അവൻ്റെ ശരീരത്തിൽ രോഗമുണ്ട്, പനി ബാധിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഹൃദയത്തിൽ നിഫാക്കുള്ളവന്, ഹൃദയത്തിൽ രോഗമുള്ളവന് ഈ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മധുര പലഹാരമായ ഈ നമസ്കാരം അതവന് കയ്പാണ്, അവൻ്റെ കഴിഞ്ഞ് കിട്ടുന്നില്ല, അങ്ങോട്ട് തീരില്ല. എന്തേ, അവൻ്റെ മനസ്സിൽ രോഗമുണ്ട്, അവൻ്റെ മനസ്സിൽ രോഗമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെയൊക്കെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ പനി പിടിച്ചോൻ ഫ്രൂട്ട്സ് തിന്നണ പോലെയാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളതാണോ? അതല്ല, നമസ്കാരം ആസ്വദിച്ച് തിന്നാൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ ചർച്ച. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചൊല്ലി പറയുന്ന കാര്യങ്ങൾ ശരിക്കും പഠിക്കണം. അതിനുവേണ്ടി നമ്മൾ ശരിക്കും ഒരുങ്ങണം. നമസ്കാരത്തിലുള്ള ഒരുക്കം പോലും അള്ളാഹിൻ്റെ മഗ്ഫിറത്താണ്. നിസ്കാരത്തിലേക്കുള്ള ബാങ്കിൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് പോകാനും പിന്നെ നിസ്കാരം ഇങ്ങോട്ട് കഴിയുന്നത് വരെ ഒരു മനസ്സിനൊരു ഇടങ്ങാറ്. നിസ്കാരം ശരിക്കും കഴിയണം, വൃത്തിക്ക് നിസ്കാരം കഴിയാഞ്ഞാൽ ഇടങ്ങാറ്. അതേപോലെ തന്നെ അതിനു വേണ്ടി ഒരുക്കവും, അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ളൊരു ശ്രദ്ധയും. പിന്നെ ഒതുടുക്കാൻ പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഅജ്ജലീന മിൻ ആഥാരിൽ വുദൂഹി ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതില ഖുർറതഹു ഫൽയഫൽ. എൻ്റെ ഉമ്മത്ത് ഒതുവിൻ്റെ ഭാഗങ്ങൾ തിളങ്ങി പ്രകാശിക്കുന്നവരായിട്ട് പരലോകത്ത് വരും. ഒതുടുത്ത ഭാഗങ്ങൾ, മുഖം, കൈ, കാലുകളൊക്കെ പ്രകാശിക്കുന്നവരായിക്കൊണ്ട് പരലോകത്ത് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് നീട്ടിക്കഴുകാൻ സാധിക്കുകയാണെങ്കിൽ നീട്ടിക്കഴുകട്ടെ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യതവല്ലഉ റജുലുൻ മുസ്ലിമുൻ ഫയുഹ്സിനുൽ വുദൂഅ ഫയുസല്ലി സ്വലാത്തൻ ഇല്ലാ ഗഫറല്ലാഹു ലഹു മാ ബൈനഹു വബൈന സ്വലാത്തി അല്ലതി തലിഹാ. ഒരു മനുഷ്യൻ ശരിക്ക് കൃത്യമായ പൂർണ്ണമായി ഒളു എടുത്തുകൊണ്ടൊരു നമസ്കാരം നിസ്കരിച്ചു, അതിനുശേഷം അയാൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ, അതിൻ്റെ ശേഷമുള്ള ഒളുവും നമസ്കാരം കൂടി പൊറുക്കപ്പെട്ടു, ഫിൽട്ടർ ചെയ്യപ്പെട്ടു. ഈ നിലക്കൊരു ഒളുവിൻ്റെ ശ്രേഷ്ഠത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ ഒളു എടുക്കുന്ന സമയത്ത് ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു അവൽ മുഅ്മിനു ഫഗസല വജ്ഹഹു ഫഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനിഹി മഅൽ മാ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒളു എടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് അവൻ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ആ ഒളുവിൻ്റെ വെള്ളം ഒലിച്ചിറങ്ങുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അപ്പം ഞാൻ പറയുന്നത്, ഒളുവോട് കൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിൽട്രേഷൻ തുടങ്ങുകയാണ്. അതാണ് നിസ്കാരം. നിസ്കാരത്തിൽ ഇനി പറയണ്ട. അതേപോലെ തന്നെ ഒരാൾ കൈ കഴുകുമ്പോൾ ഫൈദ ഗസല യദൈഹി ഖറജ മിൻ യദൈഹി കുല്ലു ഖതിയത്തിൻ കാന ബത്ശത്ഹാ യദാഹു മഅൽ മാഇ ഔ ആഖിരി ഖത്രിൽ മാഇ. ഒരാൾ കൈകൊണ്ട് ചെയ്തിട്ടുള്ള പാപങ്ങൾ ഒരാൾ ഒളുവെടുക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ നിന്നും വെള്ളത്തുള്ളി ഉറ്റി വീഴുന്നതോടുകൂടി ആ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഫൈദാ ഗസല റിജ്ലൈഹി ഖറജത്തു കുല്ലു ഖതീഅത്തിൻ മശത്ഹാ റിജ്ലാഹു മഅൽ മാ. ഒരാൾ കാല് ചെയ്തു കൊണ്ടിട്ടുള്ള തോന്നിവാസങ്ങളും അതേപോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങളും ഒരാളുടെ കാല് കഴുകുന്നതോടുകൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു. അപ്പോൾ ഒളു എടുക്കുന്നതോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിൽട്ടർ ചെയ്യാണ്. ഈ ഒരു ചിന്തയിൽ അറിഞ്ഞ് മനസ്സിലാക്കി ഒളുവിനെ പ്രതീക്ഷിക്കുക, സംസ്കാരത്തെ പ്രതീക്ഷിക്കുക, ഒളുവിനെ പ്രതീക്ഷിക്കുക, അത് ഭംഗിക്കും വൃത്തിക്കും ചെയ്യുക. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചൊരു ഇബാദത്ത് വേറെയില്ല. നിസ്കാരത്തെ കാത്തുനിന്നാൽ നിസ്കാരത്തിലുള്ള പോലെ, നേരത്തെ പള്ളിയിൽ പോയി കാത്തുനിന്നാൽ നിസ്കാരത്തിലുള്ള പോലെ തന്നെ ആ സമയത്തും പൊറുക്കപ്പെടുകയാണ് പാപങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെല്ലാവരും കേട്ട ഹദീസാണ്, സ്വലാത്തുർ റജുലി ഫീ ജമാഅത്തിൻ തുളഅഫു അലാ സ്വലാത്തിഹി അലാ സ്വലാത്തിഹി ഫി ബൈതിഹി വഫി സൂഖിഹി 25 അൽഫ. അതേപോലെ തന്നെ 27 ഇരട്ടി എന്നും പറഞ്ഞു. ഒരാൾ തൻ്റെ സൂക്കിൽ നിന്നും അല്ല തൻ്റെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിന് 25 ഇരട്ടി പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നോ സൂക്കിൽ നിന്നൊക്കെ ഒളു എടുത്തുകൊണ്ട് അവൻ പള്ളിയിലേക്ക് പോകുമ്പോൾ എന്താവുന്നു? അവൻ്റെ ഓരോ കാലടിപ്പാടുകൾക്കും
ലം യഖ്തു ഖുത്വതൻ ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജ വഹുത്തത് അൻഹാ ബിഹാ ഖതീഅ. അഥവാ ഒരാൾ വീട്ടിൽ നിന്ന് ഒളു എടുത്ത്, ഇതൊന്നും കേൾക്കാത്ത ഹദീസുകളല്ല, പക്ഷെ നമ്മളുടെ അടുക്കൽ ആ ചിന്ത വരുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഒരാൾ ഈ പറഞ്ഞ രീതിയിൽ തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒളു എടുത്ത് പള്ളിയിലേക്കൊരു 100 മീറ്റർ നടന്നു പോകണം, തൻ്റെ ഒരു കാല് വെക്കുമ്പോൾ അവൻ്റെ ദറജ ഉയർത്തുന്നു, മീസാനിൽ അവൻ്റെ ദറജ ഉയർത്തുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടയിൽ അവൻ്റെ ദറജ ഉയരുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ കാല് വെക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്നു. എത്ര പാപങ്ങളാണ് പൊറുക്കുന്നത്! എത്രയാണ് പടച്ചറബ് നമുക്ക് ദറജ ഉയർത്തി തരുന്നത്! കാരണം അവൻ മുതവല്ലി ആയിക്കൊണ്ട് അവൻ പള്ളിയിലേക്ക് പോവുകയാണ്. ഒരാൾ സുജൂദിൽ കിടക്കുന്ന സമയം, ഒരാൾ സുജൂദിൽ കിടക്കുന്ന എത്ര സമയം ഒരാൾ സുജൂദിൽ കിടക്കുന്നുണ്ടോ ആ സമയമൊക്കെയും ഇല പൊഴിക്കുന്ന കരിയിലയെ ഒരു മരം പൊഴിക്കുന്ന പോലെ അവൻ്റെ പാപങ്ങൾ അവൻ്റെ മുതുകത്ത് നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരാൾ സുജൂദിൽ, അപ്പോൾ സുജൂദിൽ ഒരു 2 സെക്കൻഡ് ഏറെ കിടന്നാൽ അത്രയും പാപങ്ങൾ പൊറുക്കാണ്, മരത്തുമെന്ന് ഇല പൊഴിയുന്ന പോലെ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു കൂലിയും ഈ ഒരു പ്രതിഫലവും ആഗ്രഹിച്ച് ഇതുപോലൊരു വൃത്തിക്ക് ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ ഒരു പണിയുള്ള കാര്യമല്ല സഹോദരൻ. പക്ഷെ നമുക്ക് ശ്രദ്ധയില്ല. നിസ്കാരത്തിന് ഒരു അലാറം വെക്കാൻ, നമസ്കാരത്തിന് ഒരു കൃത്യമായി അത് പള്ളിയിലെത്തണം. അതിനൊരു യാത്രയിലാണെങ്കിൽ എവിടേക്ക് നമുക്ക് പള്ളി കിട്ടും, എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടാൻ പാടില്ല. യാത്ര പറഞ്ഞാൽ വലിയ യാത്രൻ്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മളെ ചെറിയ യാത്രകളൊക്കെ, യാത്ര എന്ന് പറയാൻ പറ്റാത്ത യാത്രകൾ, ചെറിയ കറക്കങ്ങൾ, ബിസിനസ് പരമായിട്ടുള്ള സംഗതികളൊക്കെ. അപ്പോൾ എവിടേക്ക് പള്ളി കിട്ടും, എവിടേക്ക് നമുക്ക് ജമാഅത്ത് കിട്ടും, അത് കൃത്യമായിട്ട് അവിടെ നിസ്കരിച്ച് പോയാൽ മതി, കുത്തി മറിഞ്ഞാൽ മതി എന്നതിലപ്പുറം നമുക്കൊരു ശ്രദ്ധയും അതേപോലെ തന്നെ അതിനോടൊരു താല്പര്യവും അതിനോടൊരു ഹുബും പടച്ചറബിനോടുള്ള അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹ് ഇന്ന് ഇവിടെ തന്നിട്ടുള്ള എന്തിനാ, ഞാനിവിടെ നല്ല ചൊറുക്കുള്ള ഒരു നല്ല മനുഷ്യനായി ഗ്ലാമറുള്ള ഒരു മനുഷ്യനായി ഇവിടെ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ, നല്ല ആരോഗ്യവും നീട്ടും തടിയൊക്കെ ഉള്ള, ഒരു രോഗമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, എന്തിനാ എനിക്ക് റബ്ബ് സുബ്ഹാനഹു ഇന്ന് ഇബാദത്ത് എടുക്കാൻ വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചതാണ് ഇവിടെ, ഇന്ന് അതിനു വേണ്ടി സൃഷ്ടിച്ചാണ്. പക്ഷെ ഞാൻ അതിലില്ലെങ്കിൽ പിന്നെ അവിടെ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കണം, ആ നിലയ്ക്ക് എൻ്റെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യമായി നമസ്കാരം, അത് ഞാൻ ശ്രദ്ധിച്ചു പോകണം. അത് ശ്രദ്ധിച്ചാൽ പിന്നെ ഒക്കെ ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അധികാര സ്വഭാവം നഷ്ടപ്പെടുത്താൻ നമുക്ക് തോന്നൂല. ആ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അതേപോലെ തന്നെ ഒരു സാധുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്താകട്ടെ മറ്റുള്ള ഇബാദത്തുകളെ അത് സഹായിക്കുന്നു, യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ഫർള് നമസ്കാരങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് വരുന്നുണ്ടെങ്കിൽ റവാത്തിബ് സുന്നത്തുകൾ നഷ്ടപ്പെടാൻ പാടില്ല. 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കത് നഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. കാരണം റവാത്തിബ് സുന്നത്തുകൾ ഫർളുകളെപ്പോലെ നമ്മൾ കാണണം. എങ്ങനെ അതിൻ്റെ ഹുക്കും അങ്ങനെ ആയിട്ടല്ല, കാരണം നമ്മളെ ഫർളുകളിൽ എങ്ങനെയായാലും പരിക്കുകൾ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ കേട്ട ഹദീസാണ്, 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് സ്വർഗത്തിൽ വീടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് മുമ്പ് 4 റക്അത്ത് നമുക്ക് കിട്ടാറുണ്ടോ നമ്മൾ ആലോചിക്കാം. ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 2 റക്അത്ത്, പിന്നെ മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശയ്ക്ക് ശേഷം 2 റക്അത്ത്. 8 റവാത്തിബുകളുടെ സുന്നത്തുകളുടെ കൂട്ടത്തിൽ രാജാവായ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ഈ ലോകവും അതിലുള്ള സർവ്വ വിഭവങ്ങളെക്കാൾ കനം തൂങ്ങുന്നതാണ്. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് എന്ന റവാത്തിബ് സുന്നത്ത് ഏറ്റവും ലഘുവായതാണ്, ഏറ്റവും ലഘുവായത്. നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? നഷ്ടപ്പെടുന്നെങ്കിൽ നമ്മളെ ഫർള് നഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞ്, കാരണം നമ്മളെ ഫർളിലുള്ള പരിക്ക് തീർക്കാനുള്ള ആളുകളാണ് ഇവരെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മരിച്ചങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കുന്ന നമസ്കാരമാണെങ്കിൽ ആ നമസ്കാരം ക്ലിയർ ആക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ദുനിയാവിലും ക്ലിയറാണ്, പരലോകത്തിലും ക്ലിയറാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ നമസ്കാരം കൊണ്ട്. അപ്പോൾ നമുക്കെന്ത് ശ്രദ്ധയില്ലാത്തതുകൊണ്ട്, അഥവാ ഇക്കാമത്ത് കൊടുക്കുന്ന ഇക്കാമത്ത് അങ്ങോട്ട് കേട്ടിട്ടാണ് പോവുകയാണ്. അപ്പോൾ എന്താണ്, റവാത്തിബുകൾ നഷ്ടപ്പെടുകയാണ്. നിസ്കാരത്തിന് ശേഷമുള്ളതൊരു പക്ഷേ നമുക്ക് കിട്ടും. പലപ്പോഴും രാത്രി നമസ്കാരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, തീരെ നമ്മൾ ആരാണ്, എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നൊരു ചിന്തയില്ല. അപ്പോൾ ഒരു ഫുട്ബോളോ മാമാങ്കങ്ങളോ വരുമ്പോൾ കൃത്യമായി അതിൻ്റെ സമയത്തിൽ നമ്മളത് കണ്ട് അഭിപ്രായം പറഞ്ഞ് മണിക്കൂറുകൾ അതിൽ ചെലവാക്കുമ്പോൾ അള്ളാഹിൻ്റെ മുമ്പിൽ 4 റക്അത്ത് നിസ്കരിക്കാൻ നമ്മൾ എവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാനിപ്പോൾ മദീനയിൽ പോയ സമയത്ത്
സുലൈമാൻ റുഹൈലിൻ്റെ ക്ലാസ്സിൽ അപ്രതീക്ഷിതമായി ചെന്ന് വിട്ടതാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് റൈത്തല്ലദീ യുക്കദിബുദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ വിശദീകരിക്കുകയാണ് അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട്. അപ്പോൾ നമസ്കാരത്തിൽ അശ്രദ്ധന്മാരായ ആളുകൾ എന്താ നമ്മൾ സാധാരണ പറയൽ എന്താ നിസ്കരിക്കുമ്പോൾ അതിൽ അശ്രദ്ധയില്ലാത്ത ആൾക്കാർ, അതിൽ ശ്രദ്ധയില്ലാത്ത ആൾക്കാർ. അത് മാത്രമല്ല നമസ്കാരം കൃത്യമായി നിസ്കരിക്കാതിരിക്കുക, അതേപോലെ തന്നെ അതിൻ്റെ സമയം അത് കീപ്പ് ചെയ്ത് അത് ശ്രദ്ധിച്ച് അതിന് കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ശ്രദ്ധ കൊടുക്കുക. ഈ പറഞ്ഞ ആളുകളും കൂടി അതിൽ പെടുന്നവരാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെ കേട്ടോണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അവർക്ക് നാശം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ്. നിസ്കരിച്ചിട്ട് നാശം വാങ്ങുന്ന ആളുകൾ, ഖുശൂ ഇല്ലാത്ത നമസ്കാരങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇതിനുള്ള പരിഹാരം എന്താണ്? ഒന്ന്, നമസ്കാരം ശരിക്കും പഠിക്കുക, എങ്ങനെ നിസ്കരിക്കണം, അതിൻ്റെ പ്രാധാന്യം പഠിക്കുക. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തരുന്ന കൂലി പഠിക്കുക. നോക്കി എത്ര ഇരട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൂലി തരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മക്കത്തെ പള്ളിയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി, ഏഴാനാകാശത്തേക്ക് കൊണ്ടുപോയി. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലേ? എന്നിട്ട് 50 വക്ത് നിസ്കാരം നിർബന്ധമാക്കി. മൂസാ നബിനെ കണ്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം, മൂസാ നബിക്ക് ഒരു സമൂഹത്തെ കൊണ്ടിടുന്ന നല്ല പരിചയമുള്ള ആളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് നബിയെ ഇത് കഴിയൂലട്ടോ, ചുരുക്കി 5 സംഭവം 50 പകരം 5 നിസ്കരിച്ച മതി. കൂലി എത്ര? 50ൻ്റെ കൂലി. 5 വക്ത് നിസ്കരിച്ച 50ൻ്റെ കൂലിയാ. ഒരു വക്തിന് 10 ഇരട്ടി, 10 വക്തിൻ്റെ കൂലിയാണ് ഒരു വക്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇന്ന് അസർ നിസ്കരിച്ചു, ഈ അസറിന് 10 അസറിൻ്റെ കൂലിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. 10 അസറിൻ്റെ കൂലി. അതിൻ്റെ പുറമേ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അമലിന് ചുരുങ്ങിയത് 10 ഇരട്ടി കൂലിയാണ്. ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇരട്ടി കൂലി, എത്രയോ കണക്കില്ലാത്ത കൂലി. അതിൻ്റെ പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജമാഅത്തായി നിസ്കരിക്കുന്ന ആൾക്ക് 20 ഇരട്ടി കൂലി വേറെ കൊടുക്കുന്നു. നമ്മളൊരു പണിക്കാരനെ വിളിച്ച് നമ്മളെ തൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, തെങ്ങൊക്കെ ഒന്ന് തുറക്കണം, വളമിടണം എന്ന് പറഞ്ഞു. എത്ര ദിവസക്കൂലി? ഒരു ദിവസത്തെ കൂലി 1000 രൂപ. പക്ഷേ അവനോട് നമ്മൾ പറഞ്ഞു, ഇന്ന് ഞാൻ എനിക്ക് ഒരു ദിവസം പണിയെടുക്കുന്നതിന് പകരം 10 കൂലി തരുമ്പോൾ 10 ദിവസം പണിയെടുത്ത കൂലി തരും, അഥവാ 10,000 റുപ്യ കൂലി തരുമെന്ന് പറയാം. ഞാനാണ് ആ പണിക്കാരനെങ്കിൽ ഞാൻ എത്ര ആത്മാർത്ഥമായി പണിയെടുക്കും. എൻ്റെ മുതലാളി ഒരു ദിവസം എനിക്ക് പണിയെടുത്തതിന് 10 ദിവസത്തെ കൂലിയാണ് എനിക്ക് തരുന്നത്. എത്ര കൃത്യമായിട്ട് കൂടുതൽ തെങ്ങ് വളമിടാനും അത് വൃത്തിക്ക് വളമിടാനും എത്രയോണ് ഞാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ? ആ മുതലാളിയോട് എനിക്ക് ഇഷ്ടമാണ്. കാരണം അയാൾ എന്നോട് പറഞ്ഞെന്താ, ഇജ്ജ് ഒരു ദിവസം പണിയെടുത്താൽ മതി, ഇജിൻ്റെ കുറേ ദിവസം ഇപ്പോൾ പണിയെടുത്തല്ലോ, അപ്പോൾ ഇപ്പോൾ കുറേ എൻ്റെ പറമ്പ് ഇതൊക്കെ നോക്കി, അതുകൊണ്ട് ഇപ്പം ഇനിയുള്ള ഈ ഒരു ദിവസത്തെ ലാസ്റ്റ് ദിവസമാണ്, ഇനി ഒരു ദിവസത്തെ പണിക്ക് ഞാൻ 10 ദിവസത്തെ കൂലി തരും എന്ന് മുതലാളി പറഞ്ഞപ്പോൾ ഞാൻ എത്ര ഭംഗിയിൽ, അയാളോട് എനിക്ക് സ്നേഹമുണ്ട്. അയാൾ വരുമ്പോഴല്ല പണിയെടുക്കുന്നത്. പണിക്കാർ എങ്ങനെയാണ്? മുതലാളി നോക്കുന്നുണ്ടോ അപ്പോൾ പണിയെടുക്കുക? അതല്ല, കൃത്യമായി ചെയ്ത് വെടിപ്പ് വൃത്തിയാക്കി. സാധാരണ ഒരു 10 തെങ്ങിന് വളമിട്ടുണ്ടെങ്കിൽ 15 തെങ്ങിന് വളമിട്ട് എങ്ങനെ? കാരണം എനിക്കത് 10,000 റുപ്യ അയാൾ തരും. പക്ഷെ നമ്മളെ റബ്ബ് ഒരു കണക്കും പറയും, എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നില്ലേ? നമ്മളൊക്കെ നമസ്കരിക്കുന്നു. നിന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ നമസ്കരിക്കുന്നൊരു നമസ്കാരത്തിന്, നമ്മുടെ ളുഹറിന്, നമ്മുടെ അസറിന്, നമ്മുടെ സുബീക്ക്, നമ്മുടെ ഇശക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇശക്ക് 10 ഇശാന്റെ കൂലി തരുന്നുണ്ടെങ്കിൽ ആ കൂലി കിട്ടാൻ നമ്മുടെ നമസ്കാരത്തിന് യോഗ്യതയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ എന്നോടാ ചോദിക്കുന്നത്. എൻ്റെ നമസ്കാരത്തിന് യോഗ്യതയുണ്ടോ അത് കിട്ടാൻ? എൻ്റെ പ്രിയമുള്ള സഹോദരി, നമ്മുടെ നമസ്കാരത്തിന് യോഗ്യതയുണ്ടോ? തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചിട്ട് ശൈത്താൻ കൊണ്ടുപോവുകയാണ് നമ്മളെ. വാക്കിമിസ് സ്വലാത്തിൽ ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ഉള്ള ഓർമ്മയും കൂടിയും പോയി. എന്തെല്ലാമോ ഓർത്ത് എന്തെല്ലാമോ ചിന്തിച്ച്, അല്ലേ? കച്ചവടക്കാരാണെങ്കിൽ അവരുടെ ബിസിനസിന്റെ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് ശൈത്താൻ. ഉദ്കുർ കഥ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ശൈത്താൻ വരും, ഉദ്കുർ കഥ, അത് പറയും, ഇതോർക്ക്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടി കൂലി തരാൻ യോഗ്യതയുണ്ട് നമ്മുടെ നമസ്കാരം. വേണ്ട, ഒരു കൂലി തരാൻ യോഗ്യതയുണ്ടോ നമ്മുടെ നമസ്കാരം? നമ്മൾ ആലോചിക്കണം. നമ്മുടെ റഹ്മാനായ റബ്ബിന്റെ ഒരു പ്രവർത്തനം നോക്ക് നിങ്ങൾ. റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകത എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല മിനിമം പണിയെടുപ്പിച്ച് മാക്സിമം കൂലി തരുന്ന, വേതനം തരുന്നവനാണ് നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ്. മിനിമമാണ് പണി, മാക്സിമമാണ് കൂലി. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മുടെ ഒരു പണിക്കാരനെ വിളിച്ചിട്ടോ മാക്സിമം പണിയെടുപ്പിച്ചിട്ട് മിനിമം കൂലി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ
മിനിമം കൂലി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല മാക്സിമം കൂലി തരെയാണ്, മിനിമം പണി എടുപ്പിച്ചിട്ട്. കുറച്ച് പണി കുറേ കൂലി അല്ലേ? ഒരു നന്മക്ക് 10 ചുരുങ്ങിയത്, ഒരു തിന്മക്കൊരു തിന്മ. എത്ര 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 തെറ്റ്. അതാണ് അള്ളാഹുവും അടിമകളും തമ്മിലുള്ള വ്യത്യാസം. ഒരു മുതലാളിക്ക് വേണ്ടി അള്ളാഹിനെ വെറുപ്പിക്കുകയാണ് നമ്മൾ. ഈ മുതലാളിക്ക് നമ്മൾ ഒരുപാട് നന്മ ചെയ്തു കൊടുത്തു, നമ്മളെ മുതലാളിക്ക് വേണ്ടി. അതിൻ്റെ ഇടയിൽ നമ്മളെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ മുതലാളിക്ക് ഇഷ്ടപ്പെട്ടില്ല, മൂപ്പരെ മുഖം കറുത്തു അല്ലേ? എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലോ നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തു, എന്നിട്ട് പടച്ചോനെ എൻ്റെ അടുത്ത് പറ്റിപ്പോയി റബ്ബേ എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു സന്തോഷത്തോടു കൂടി സ്വീകരിച്ച്, എൻ്റെ അടിമ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മരുഭൂമിയിൽ ഒട്ടകം നഷ്ടപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട ഒരുവൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് പറഞ്ഞു. അള്ളാഹു ജി എൻ്റെ റബ്ബാണെന്ന് പറഞ്ഞു അല്ലേ? ഇതിൻ്റെ അടിമയാണെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ അൻത അബ്ദി എന്ന് പറഞ്ഞു. അത്ര ഇഷ്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ. എത്ര എത്ര തെറ്റ് ചെയ്തിട്ടും പടച്ചോൻ എൻ്റെ അടുത്ത് വന്നു പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുതലാളിക്ക് വേണ്ടി എല്ലാ നന്മകളും ചെയ്തു കൊടുത്ത്, എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളെ മുഖം കറുത്തു. എന്നിട്ട് ആ മുതലാളിക്ക് വേണ്ടി, ആ ഭാര്യയ്ക്ക് വേണ്ടി, ആ ഭർത്താവിന് വേണ്ടി, ആ ദുനിയാവിനും വേണ്ടി, ആ സമ്പത്തിനും വേണ്ടി, ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനിഷ്ടം വാങ്ങുകയാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ അനിഷ്ടം കിട്ടിയാലും വേണ്ടില്ല, നമ്മുടെ ദുനിയാവിൻ്റെ ഇഷ്ടം കിട്ടണം അല്ലേ? എത്ര നന്ദി കെട്ടവരാ നമ്മൾ. ഇന്നൽ ഇൻസാൻ റബ്ബിഹി ലകനൂദ്. ഒരു കുതിരയുടെ ഉദാഹരണം പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര കൂലി തരുന്നുണ്ടെങ്കിൽ നമുക്ക് യോഗ്യതയുണ്ടോ നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ. അപ്പോൾ ഒന്നെന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്ത് മുവദ്യ. ഇതിൻ്റെ അവസാന നിസ്കാരമാണ്. റസൂലുള്ള പറഞ്ഞ ഹദീസാണ്, ഇതിൻ്റെ അവസാനത്തെ നമസ്കാരമാണെന്നുള്ള. ഇനി എനിക്ക് നിസ്കാരമില്ല, അങ്ങനെ നീ ചിന്തിക്കണം, എന്നിട്ട് നിസ്കരിക്കണം. ഒന്ന്. രണ്ടാമത്, പടച്ച റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയോട് ഞാൻ എന്ത് ചെയ്യും? വളരെ ഭവ്യതയോടുകൂടി ഫോണൊക്കെ സൈലൻ്റാക്കി, വളരെ വൃത്തിക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുഗന്ധമൊക്കെ പൂശി, അയാൾക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒന്നുമില്ലാതെ അയാളോട് സംസാരിക്കുമ്പോൾ മുഖമെടുക്കാതെ, അയാൾ സംസാരിക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കിയെന്ന് അങ്ങനെ സംസാരിക്കും. ആര്? കേവലം ഒരു അടിമയുടെ മുമ്പിൽ അല്ലേ? മലിക്കുൽ ജബ്ബാറായ നാഥൻ്റെ മുമ്പിലോ എത്രയാണ് ഇൽത്തിഫാത്തുകൾ. നമസ്കാരത്തിൽ എത്രയാ ശ്രദ്ധ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മളെന്താണ്? നമ്മൾ വേറെ ചിന്തയിലാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾ എന്നോട് കാര്യപ്പെട്ടൊരു കാര്യം സംഭവിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മൊബൈൽ നോക്കി എന്തുണ്ടാവും? എത്ര വലിയ ഇൻസൾട്ടാണത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂലി തരാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അല്ലേ? ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിക്കുന്നു പറഞ്ഞ് ചോദിക്കണോല്ലേ, ഞാൻ തരും. ആരാ ഭക്ഷണം കഴിക്കാതെ പ്രയാസപ്പെടുന്നവർ, ഞാൻ തരും, ഞാൻ അവനെ തീറ്റിപ്പിക്കും. ആരാ പാപങ്ങൾ ചെയ്തിട്ട് പാപങ്ങളുടെ വാഹനത്തിൽ കയറി കൂമ്പാരക്കണക്കിന് തെറ്റ് ചെയ്ത ആൾക്കാർ, ഞാൻ അവന് കൊടുക്കും, അവൻ്റെ പാപമോചനം കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പക്ഷെ നമ്മളവിടെ ഇല്ല. അപ്പോൾ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. അതേപോലെ തന്നെ അവസാനത്തെ നമസ്കാരമാണെന്ന് ഓർമ്മ വേണം. അതേപോലെ തന്നെ നമസ്കാരം അത് ക്ലിയർ അല്ലെങ്കിൽ നമ്മളെ പരലോകം നഷ്ടപ്പെടുമെന്നുള്ള ഓർമ്മ വേണം. അതേപോലെ തന്നെ ചൊല്ലിപ്പറയുന്നത് ചുണ്ടുകൊണ്ട് നമസ്കാരത്തിലെ പ്രാർത്ഥനകളും അതേപോലെ തന്നെ ദിക്ർ ദുആകൾ മനസ്സിൽ ചൊല്ലാൻ പാടില്ല. എത്രയോ ആളുകളുണ്ട് ഈ നൃത്തങ്ങനെ നിൽക്കണം, അവൻ ചൊല്ലിപ്പറയുന്നുണ്ടാവും, അത് ചൊല്ലിപ്പറച്ചിലാവൂല, ചുണ്ടനങ്ങണം. അവൻ പറയുന്നത് അവന് കേൾക്കണം, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. അവൻ പറയുന്നവന് കേൾക്കണം, കേൾക്കണം. ദിക്റുകളും ഖുർആനത്തൊക്കെ അങ്ങനെ വേണ്ടത്. ഈ നിലക്കായിരിക്കണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്നുള്ള ചിന്തയുണ്ടാകണം. എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി വന്ന് നിൽക്കുകയാണെന്നുള്ള ചിന്തയുണ്ടാകണം. ഈ നിലക്ക് നമസ്കാരം ശരിക്ക് പഠിച്ച് അതിന് കിട്ടുന്ന കൂലിയും അതിൻ്റെ മഹത്വവും ഒദുവിനെക്കുറിച്ചും അതേപോലെ തന്നെ റുക്കൂവിൻ്റെ മഹത്വം, സുജൂദിൻ്റെ മഹത്വം, അതേപോലെ തന്നെയുള്ള ഖിയാമിൻ്റെ മഹത്വം, ഇങ്ങനെ ഓരോന്നും അത്തഹിയ്യാത്തിനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ്. എന്തും ചോദിക്കുക, സുജൂദിന് എന്തും ചോദിക്കുക. ഇങ്ങനെ നമസ്കാരം എന്ന് പറയുന്നത് ഇബാദത്തിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചെങ്കിൽ ഇബാദത്തുകളുടെ കൂട്ടത്തിലെ രാജാതിരാജൻ അതാണ് നമസ്കാരം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമാണോ കാഫിറാണോ എന്നുള്ളതിൻ്റെ മാനദണ്ഡം. അള്ളാഹിൻ്റെ അടുത്തുള്ള സ്കെയിൽ അതാണ്.
മാനദണ്ഡം അതാണ് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പഠിച്ച് അതിൻ്റെ ആ ഒരു ഭംഗിയും വൃത്തിയൊക്കെ മനസ്സിലാക്കി അത് ആ നിലയ്ക്ക് ചെയ്ത് അത് വളരെയധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇത് കുറേ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നും കൂടി ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞല്ലോ, മുഅ്മിനീങ്ങൾക്ക് ഈമാനുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. പടച്ചോനെ എന്നെയും എൻ്റെ മക്കളെയും മുഖീമുസ്സലാത്തുകളാക്കണേ, നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മൾ പ്രവർത്തനവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ നാളെ പരലോകത്ത് പുനർജനിപ്പിക്കുമാറാവട്ടെ. നമസ്കാരം കൊണ്ട് വിജയിക്കുന്ന, അമലുകൾ കൊണ്ട് വിജയിക്കുന്ന, അതുകൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും സ്വർഗ്ഗം കരസ്ഥമാക്കുന്ന മുത്തഖീകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.